കോട്ടയം തിരുവാതുക്കൽ ഇരട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർണായക വിവരങ്ങൾ പുറത്തുവരികയാണ്. കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രതിയിൽ നിന്ന് ഞെട്ടിപ്പിക്കുന്ന പല രഹസ്യങ്ങളുമാണ് പുറത്തുവരുന്നത്. അതേസമയം പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പൂർത്തിയായി. കൊല്ലപ്പെട്ട വിജയകുമാറിൻ്റെയും മീരയുടെയും മരണകാരണം തലക്കേറ്റ ക്ഷതം എന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തലയിലേറ്റ ക്ഷതം കാരണം രക്തസ്രാവമുണ്ടായി പരിക്കേൽപ്പിച്ചത് മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ചാണ് എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വിജയകുമാറിന്റെ നെഞ്ചിലും ക്ഷതമേറ്റിട്ടുണ്ട്. അതേസമയം വസ്ത്രങ്ങളില്ലാത്ത നിലയിലായിരുന്നു ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടിരുന്നത്. പ്രതിക്ക് വിജയകുമാറിനോടും മീരയോടും തീർത്താ തീരാത്ത വൈരാഗ്യമുണ്ടായിരുന്നു. പ്രതി ഇവരുടെ വീട്ടിലെ വേലക്കാരനായിരുന്നു. ഇടയ്ക്ക് അവരുടെ മൊബൈൽ ഫോൺ മോഷ്ടിച്ചതിനെ തുടർന്ന് കേസാകുകയും ഉപാധിയോടെ വിട്ടയക്കുകയും ചെയ്തു. എന്നാൽ പ്രതി വന്ന് വീട്ടിൽ വഴക്കുണ്ടാക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. നീ ഒരു കള്ളനാണെന്നും നിന്നെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ലെന്നും മീര പറഞ്ഞിരുന്നു. അന്ന് അവർ അവന്റെ മുഖത്ത് തുപ്പുകയും മുഖത്തടിക്കുകയും ചെയ്തു. ആ വൈരാഗ്യത്തിന്റെ പുറത്തായിരിക്കാം ഇത്തരം ഒരു ക്രൂരമായ കൊലപാതകം നടന്നത്. മരിച്ചിട്ടും പക തീരാതെ രണ്ടുപേരെയും വിവസ്ത്രരാക്കി ഇരുവരുടെയും മുഖം വികൃതമാക്കി അമ്മിക്കല്ലും കോടാലിയും ഉപയോഗിച്ചാണ് കൊലപാതകി മരിച്ചവരുടെ മുഖം വികൃതമാക്കിയത്. മാത്രമല്ല മറ്റൊരു നിർണായകമായ വിവരം ഈ വിജയകുമാറിന്റെയും ഭാര്യയുടെയും മൊബൈൽ ഫോണുകൾ വീട്ടിൽ നിന്നും മോഷണം പോയി എന്നുള്ളതാണ്. ഈ മൊബൈൽ ഫോണുകൾ CCTV കണക്ടിവിറ്റി ഉണ്ടായിരുന്നു. CCTV ഹാർഡ് ഡിസ്കുകളും കാണാനില്ല. ഈ കൊലയാളി ഇതെല്ലാം കിണറ്റിലേക്ക് ഇട്ടിരിക്കുമോ എന്ന ഒരു സംശയം ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കിണർ പരിശോധിക്കാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. കിണറ്റിലെ വെള്ളം വറ്റിച്ച് പരിശോധന നടത്താനാണ് നീക്കം. മാത്രമല്ല ഈ ദൃശ്യങ്ങൾ നശിപ്പിക്കുവാനായി കൊലയാളി ഫോൺ കൊണ്ടുപോയേക്കാം എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലവിലെ നിഗമനം. മോഷണം പോയ CCTV, DVR അടക്കം കണ്ടെത്താനുള്ള തിരച്ചിലിന്റെ ഭാഗമായി കിണറിലും ഇന്ന് പരിശോധന നടത്തും. കിണറിന്റെ പരിസരത്ത് പ്രതി എത്തിയതിന് ലക്ഷണങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ട്. പേപ്പർ കഷ്ണങ്ങളും കാൽപ്പാടുകളും കിണറ്റിനരികിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. CBI സംഘം ഇരട്ട കൊലപാതകം നടന്ന വീട്ടിലെത്തി കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയിരുന്നു. ഇവരുടെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയെ കേന്ദ്രീകരിച്ചായിരുന്നു ഇന്നലെ അന്വേഷണം മുന്നോട്ടു പോയിക്കൊണ്ടിരുന്നത്. ഇന്ന് അയാൾ തന്നെയാണ് കൊലപാതകം നടത്തിയതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ഈ വീട്ടിൽ മൊബൈൽ ഫോൺ കാണാതായതുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും നടന്നിരുന്നു. ഇരു കൂട്ടരും തമ്മിൽ വാക്കുതർക്കങ്ങൾ ഉണ്ടായിരുന്നു. താൻ ഫോൺ എടുത്തില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടും താൻ തന്നെയാണ് ഫോൺ എടുത്തതെന്നും താൻ ഒരു കള്ളനാണെന്നും തന്നെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ലെന്നും അവർ പറഞ്ഞിരുന്നു. അന്ന് ഇയാളെ മുഖത്തടിക്കുകയും മുഖത്ത് തുപ്പുകയും ചെയ്തു. പിന്നീട് പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് തിരിച്ചെത്തി വീടിന് മുമ്പിൽ വഴക്കുണ്ടാക്കുകയും കല്ലെറിയുകയും ചെയ്തു. രണ്ടുപേരെയും ജീവിക്കാൻ അനുവദിക്കില്ല എന്നും കൊന്നുകളയുമെന്നും ഭീഷണിപ്പെടുത്തിയിരുന്നു അന്ന്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ നിരീക്ഷിക്കാൻ തുടങ്ങിയത്. ആ രീതിയിൽ അന്വേഷണം നടത്തിയത്. എന്തായാലും ഈ വീട്ടിലെ CCTV ദൃശ്യങ്ങൾ കണ്ടെത്തുക എന്ന ശ്രമത്തിലാണ് പോലീസ്. പ്രതി വീടിന്റെ തൊട്ടടുത്തുകൂടെ നടന്നു പോകുന്നതായിട്ട് CCTVയിലുണ്ട്. കൃത്യം കഴിഞ്ഞ് പ്രതി വീണ്ടും നടന്നു പോകുന്നത് പോലീസ് CCTV ഫൂട്ടേജിലൂടെ കണ്ടെടുത്തു. ആസൂത്രിതമായാണ് കൊല നടന്നതെന്ന നിഗമനത്തിലാണ് പോലീസ്. വിദേശത്ത് ബിസിനസ് ചെയ്യുകയായിരുന്നു വിജയകുമാർ. പിന്നീട് നാട്ടിലേക്ക് താമസം മാറുകയായിരുന്നു. മകളും മകനും ഭാര്യയും ഉൾപ്പെടുന്നതായിരുന്നു വിജയകുമാറിന്റെ കുടുംബം. മകൻ അപകടത്തിൽ മരിച്ചു. ഡോക്ടറായ മകൾ അമേരിക്കയിലാണ്. കോട്ടയത്തെ പ്രമുഖമായ ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമ കൂടിയാണ് വിജയകുമാർ. വിജയകുമാറിന്റെയും ഭാര്യ മീരയുടെയും മൃതദേഹങ്ങൾ സ്വകാര്യ ആശുപത്രി മോർച്ചയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിദേശത്തുള്ള മകൾ നാട്ടിൽ എത്തിയ ശേഷം മാത്രമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടത്തുക. മകൻ അസ്വാഭാവിക രീതിയിൽ മരിച്ച വിഷയത്തിൽ CBI അന്വേഷണം വേണമെന്ന് വിജയകുമാറിന്റെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ച് 2 മാസങ്ങൾക്കുള്ളിലാണ് വിജയകുമാറും ഭാര്യ മീരയും കൊല്ലപ്പെട്ടത്. 8 വർഷം മുൻപ് മകൻ കൊല്ലപ്പെട്ട വിഷയത്തിൽ ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഹൈക്കോടതി CBI അന്വേഷണത്തിന് ഉത്തരവിട്ടത്. എന്നാൽ വിധി വന്ന് 2 മാസങ്ങൾക്കുള്ളിൽ കുടുംബം കൊല്ലപ്പെട്ടത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. കൊലപാതകം നടത്തിയ പ്രതി വീട്ടിനുള്ളിൽ പ്രവേശിച്ചത് പിന്നിലെ വാതിൽ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് തുറന്നാണെന്ന് പോലീസ് കണ്ടെത്തി. ആദ്യം വിജയകുമാറിനെയാണ് കോടാലി ഉപയോഗിച്ച് പ്രതി വെട്ടിയത്.
വിജയകുമാറിന്റെ നിലവിളി കേട്ട് ഓടിയെത്തിയ മീരയെ പിന്നാലെ കൊലപ്പെടുത്തി. ഇരുവരുടെയും അതിക്രൂരമായി ആക്രമിച്ചാണ് കൊലപ്പെടുത്തിയത്. വിജയകുമാറിന്റെ മൃതദേഹം വീട്ടിലെ ഹാളിലാണ്, മീരയുടെ മൃതദേഹം അകത്തെ മുറിയിലുമാണ് കണ്ടത്. ദമ്പതികളെ ആക്രമിക്കാൻ പ്രതി ഉപയോഗിച്ച കോടാലി വീട്ടിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു. കോട്ടയം SP-യുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. മോഷണ ശ്രമം നടത്തിയില്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. കൊല്ലപ്പെട്ട രണ്ടുപേരുടെയും ശരീരത്തിൽ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടതായി സൂചനയില്ല. വീട്ടിനുള്ളിൽ അലമാരയോ ഷെൽഫുകളോ ഒന്നും കുത്തിത്തുറന്നിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. തീർച്ചയായും ഈ ഒരു കുടുംബത്തിന് എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. പ്രതി ഇവരുടെ വീട്ടിൽ നേരത്തെ ജോലിക്ക് നിന്ന അമിത് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇയാൾ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണുള്ളത്.